കുട്ടനാടൻ പെൺകിളി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനും എൻ്റെ അച്ഛനും അമ്മയും ചേച്ചിയും കൂടി ഒരു സിനിമ കാണാൻ വേണ്ടി പോവാണ്. അപ്പം ഞങ്ങൾ ആലപ്പുഴ ടൗണിൽ പോകുന്നതെല്ലാം വള്ളത്തേലാണ്. വള്ളത്തിൽ ചുങ്കം എന്ന് പറഞ്ഞൊരു സ്ഥലത്തുകൊണ്ട് വള്ളം ഇട്ടിട്ട് അവിടെ നിന്ന് ഓട്ടോ വിളിച്ചാണ് പോകുന്നത്. ഇത് വലിയരിച്ചിറ ബോട്ട് ജെട്ടിയാണ്. ഇവിടെ നിന്ന് കുറേ വീടുകളുണ്ട്. ഇത് ഇരുമ്പനം ബോട്ട് ജെട്ടി. പിന്നെ ഇപ്പുറത്ത് തോട്ടുകടവ് ബോട്ട് ജെട്ടി. ഈ രണ്ട് സ്ഥലത്തും വീടുകളൊക്കെ ഉണ്ട്. പിന്നെ തൊഴിലുറപ്പ് ചേച്ചിമാർ അവിടെ പണിയെടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന സമയത്ത്. ഈ തോട്ടുകടവ് ബോട്ട് ജെട്ടിയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിയുമ്പോഴാണ് കന്നിട്ട ബോട്ട് ജെട്ടി. കന്നിട്ടയുടെ അക്കരയിൽ കടകളും ഇക്കരയിൽ വീടുകളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് പോകുമ്പോഴാണ് ചെറിയൊരു ഇടവഴി. ആ ഇടവഴി കയറിയാണ് ഒരു ഇടത്തോടുണ്ട്. ആ ഇടത്തോട് കയറി കഴിയുമ്പോഴാണ് നമ്മൾ വള്ളം ഇടുന്ന സ്ഥലം. ഇവിടുന്ന് അങ്ങോട്ട് കയറുമ്പം ഇവിടെയും കടകളും വീടുകളും ഒക്കെ ഉണ്ട്. അപ്പുറത്തെ സൈഡ് റോഡാണ്. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോകുമ്പോഴേക്കും ഇവിടെ ഒരു പള്ളിയുണ്ട്, ജുമാ മസ്ജിദ്. ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ് നമ്മൾ വള്ളം ഇടുന്നത്. വള്ളം ഇട്ടിട്ട് നമ്മൾ ഓട്ടോ വിളിക്കും. അങ്ങനെയാണ് നമ്മൾ ടൗണിലൊക്കെ പോകുന്നത്. എപ്പോഴും നമ്മൾ അങ്ങനെയാണ് പോകുന്നത്. വള്ളം നമ്മൾ കറക്കിയാണ് അടുപ്പിക്കുന്നത്, നമുക്ക് വരാൻ നേരം എളുപ്പത്തിന് വേണ്ടി. ഇപ്പം ഇവിടെ കാണുന്ന ആക്രി കടകളൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു, ആക്രി സാധനങ്ങളൊക്കെ ആളുകളും കുപ്പി അതുപോലുള്ള സാധനമൊക്കെ കൊടുക്കുന്ന ഇവിടെ വന്നാണ്. നമ്മൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു ഓട്ടോ ഉണ്ടായിരുന്നു, അതിനകത്ത് ആളുണ്ടായിരുന്നു, അത് പോയി. അത് കഴിഞ്ഞ് കുറച്ച് നേരം നമ്മളവിടെ നിന്ന് കഴിഞ്ഞിട്ടാണ് ഓട്ടോ വന്നത്. ഈ ഓട്ടോയിലല്ല ഞങ്ങൾ പോയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കരയ്ക്കിറങ്ങി നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു ഓട്ടോ വന്ന്. വള്ളം ഇവിടെ കെട്ടിയിട്ടിട്ടാണ് പോകുന്നത്. തിരിച്ചു വരുമ്പോൾ വള്ളത്തിൽ കയറി ഞങ്ങൾക്ക് വീട്ടിൽ വരാം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബോട്ടിന് വരാം. പിന്നെ അത് ഞങ്ങൾക്ക് എളുപ്പമായതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വള്ളം ഇട്ടിട്ട് പോകുന്നത്. അച്ഛൻ വള്ളം കെട്ടുവാണ്. ഓട്ടോയിൽ കയറി കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ തോടും ഇപ്പുറത്തെ വീടുകളൊക്കെയാണ്. നമ്മളൊരു തോടിൻ്റെ സൈഡിൽ കൂടെയാണ് ഓട്ടോയിൽ പോകുന്നത്. കുറേ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഈ തോട് അങ്ങ് വരെ ഉണ്ട്, ആലപ്പുഴ വരെ ഉണ്ട് ഈ തോട്. എന്നിട്ട് ഞങ്ങൾ കൈരളി ശ്രീ എന്ന് പറയുന്ന ഒരു തിയേറ്ററുണ്ട്, ഞങ്ങൾക്ക് അതാണ് എളുപ്പം. അവിടെയാണ് ഞങ്ങൾ വന്നത്. ഇന്ന് ഞങ്ങൾ സിനിമ കാണുന്ന ശ്രീ എന്ന് പറയുന്ന തിയേറ്ററിനകത്താണ്. ഞാൻ സിനിമ കാണുന്ന ഒരാളല്ല, ഒരുപാട് കാണുന്ന ഒരാളല്ല. പിന്നെ വിളിച്ചാൽ വീട്ടുകാർ വിളിക്കുമ്പോൾ കൂടെ പോകുന്നേ ഉള്ളൂ. വലിയൊരു സിനിമ കാണുന്ന ആളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ടുപോകുന്ന വെറുതെ പൈസ കളയാനാണെന്ന് വീട്ടുകാർ പറയാറുണ്ട്. ഇതായിരുന്നു അവിടെ നേരത്തെ ഓടിയ സിനിമകളുടെയൊക്കെ പോസ്റ്ററാണെന്ന് തോന്നുന്നു. ഞങ്ങൾ കാണാൻ പോയത് രേഖാചിത്രം എന്ന് പറഞ്ഞ സിനിമ, അതിൻ്റെയും പോസ്റ്റർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ 2:30 ആയപ്പോഴേക്കും തിയേറ്ററിൽ കയറി. തിയേറ്ററിനകത്ത് സീറ്റ് നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ കുറേയില്ലാത്ത സീറ്റിൽ എന്നെ എപ്പോഴും ഒരു മൂലയ്ക്കാണ് ഇരുത്തുക. കാരണം എന്നെ കൊണ്ടുപോകുന്ന വെറുതെ ആയതുകൊണ്ട് എന്നെ ഒരു മൂലയ്ക്ക് ചാരി വെച്ചിരിക്കുകയായിരിക്കും. അതുകൊണ്ട് എനിക്ക് വേണ്ടി അവർ സീറ്റ് ഒഴിഞ്ഞിട്ടിരിക്കുക. ഞാൻ വീഡിയോ എടുത്ത് പുറകെ വന്നപ്പോൾ അവർ സീറ്റ് ഒഴിഞ്ഞിട്ടിരിക്കുക. അമ്മയും അച്ഛനും ചേച്ചി. ഞാൻ അവൻ്റെ മൂലയ്ക്ക് കയറിയിരുന്നു. ആദ്യം തിയേറ്ററിൻ്റെ ഒരു പരസ്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറേ വാർണിങ്സൊക്കെ എഴുതി കാണിച്ചു. അത് കഴിഞ്ഞിട്ടാണ് സിനിമ തുടങ്ങിയത്. സിനിമ തുടങ്ങിക്കഴിഞ്ഞ് ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ പോയില്ല. അത് കഴിഞ്ഞൊരു 5:15 ആയപ്പോൾ നമ്മൾ സിനിമ കണ്ട് ഇറങ്ങി. ഇതാണ് ശ്രീ എന്ന് പറയുന്ന തിയേറ്ററിൻ്റെ ഇൻട്രോയാണ്. വാർണിങ്സ് ഒക്കെ എഴുതി കാണിക്കുമായിരുന്നു തിയേറ്ററിൽ, അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ. ഞാനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞ് സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിച്ചപ്പോൾ നമ്മളൊരു ഫോട്ടോ എടുത്ത്. അത് കഴിഞ്ഞ് നമ്മൾ സിനിമ കാണാറുണ്ട്. ഇറങ്ങിക്കഴിഞ്ഞ് അച്ഛനോട് ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ടെന്ന്. കഴിഞ്ഞ് ഞങ്ങൾ 4 പേരും ചായ കുടിക്കാൻ കയറി. ഞാൻ ചായ കുടിക്കത്തില്ല, പാലേ കുടിക്കത്തുള്ളൂ. പാല് ഏത്തയ്ക്കാപ്പം തിന്നു. അത് ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ച് ഞങ്ങൾ വള്ളം കിടക്കുന്ന അവിടെ വന്നു. വള്ളം കിടക്കുന്ന സ്ഥലം സത്യത്തിൽ ഞങ്ങൾ മറന്നുപോയി. ഞങ്ങൾ എപ്പോഴും ഇടുന്ന സ്ഥലത്തല്ല, കുറച്ചങ്ങോട്ട് കയറ്റി ഇട്ടതുകൊണ്ട് ഓട്ടോ ഇടുന്ന അമ്മ പറഞ്ഞപ്പോഴാണ് എത്തിയ സ്ഥലം തന്നെ അറിഞ്ഞത്. ഒരു വൈകുന്നേരം സമയമായതുകൊണ്ട് സൂര്യാസ്തമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എൻ്റെ ചേച്ചി അമ്മയെ വള്ളത്തേക്ക് കയറുവാണ്. അതായത് ഞങ്ങൾ വീട്ടിൽ വരാൻ നേരം
ഞാൻ എവിടെ പോയാലും എൻ്റെ ഒരു ബാഗും കൊണ്ടാണ് പോകുന്നത്. ഈ ബാഗും ഇല്ലാതെ ഞാൻ ഒരു സ്ഥലത്ത് പോകത്തില്ല. അതിനകത്തൊന്നും ഇല്ല, എന്നാലും അതും കൊണ്ടേ പോകത്തുള്ളൂ. ഇത് വള്ളത്തെ വെച്ചിരിക്കുകയാണ്. തോടിറങ്ങി വീട്ടിലെത്താറായപ്പോൾ ഞങ്ങളുടെ പട്ടി ഞങ്ങളെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പു മാത്രമല്ല, ആൻഡ്രൂ നോക്കിയിട്ടുണ്ടായിരുന്നു. അവർ ഞങ്ങൾ എവിടെ പോയിട്ട് വന്നാലും ഇങ്ങനെ മൂലയ്ക്ക് വന്ന് നോക്കിയേക്കും. രണ്ടുപേരും ഓടി വരുന്നുണ്ടായിരുന്നു. വള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അവർക്കറിയാം ഞങ്ങൾ വന്നെന്ന്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നന്ദി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.